മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ഏവർക്കും ഓശാന തിരുനാളിൻ്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ഈശോയുടെ രക്ഷാകര ദൗത്യത്തിൻ്റെ പൂർത്തീകരണമായ മരണ ഉത്ഥാനങ്ങളുടെയും അതോടൊപ്പം പരിശുദ്ധ കുർബാന, പൗരോഹിത്യ കൂദാശകളുടെ സ്ഥാപനത്തിൻ്റെയും ഓർമ്മ ദിനങ്ങളിലേക്ക് ഓശാന തിരുനാളിലൂടെ നാം പ്രവേശിക്കുകയാണ്. ഈശോയുടെ പരിസ്ഥിതി ജീവിതത്തിലുടനീളം അവിടുന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഒരു ദൗത്യ നിർവഹണത്തെയും അതുവഴി പിതാവായ ദൈവത്തിൻ്റെ കൽപ്പനയുടെ പൂർത്തീകരണത്തിൻ്റെയും കാര്യങ്ങളെക്കുറിച്ചായിരുന്നു. അതിനുവേണ്ടി ജെറുസലേമിലേക്കുള്ള യാത്രയിലായിരുന്നു ഈശോ. ഓശാന തിരുനാളിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ എന്തൊക്കെ വികാരങ്ങളും ചിന്തകളുമാണ് നമുക്ക് ഉണ്ടാകുന്നത് അഥവാ ഉണ്ടാകേണ്ടത്? ഈശോയുടെ പരിസ്ഥിതി ജീവിതത്തിൻ്റെ അവസാനം നടന്ന രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് രാജകീയ ജെറുസലേം പ്രവേശനവും ദേവാലയ ശുദ്ധീകരണവുമൊക്കെ. അവയാണ് ഈ ദിവസം നാം അനുസ്മരിക്കുക, ഓർമ്മിക്കുക. രാജകീയമായ ജെറുസലേം പ്രവേശനത്തെക്കുറിച്ച് രണ്ട് പഴയ നിയമസൂചനകളാണ് ഉള്ളത്. ഒന്നാമതായി ഏശയ്യാ പ്രവാചകന്റെ 62-ാം അധ്യായത്തിലെ 10ഉം 11ഉം വാക്യങ്ങൾ. കടന്നു പോകുവിൻ, കവാടങ്ങളിലൂടെ കടന്നു ചെന്ന് ജനത്തിന് വഴിയൊരുക്കുവിൻ. പണിയുവിൻ, കല്ലുകൾ നീക്കി രാജപാത പണിയുവിൻ. ഒരു അടയാളം ഉയർത്തുവിൻ, ജനതകൾ അറിയട്ടെ, ഭൂമിയുടെ അതിർത്തികൾ വരെ കർത്താവ് പ്രഘോഷിക്കുന്നു. സിയോൻ പുത്രിയോട് പറയുക, ഇതാ നിന്റെ രക്ഷകൻ വരുന്നു, ഇതാ അവിടുത്തെ പ്രതിഫലം അവിടുത്തോടുകൂടി, സമ്മാനം അവിടുത്തെ മുൻപിൽ. രണ്ടാമതായി സഖറിയായുടെ പുസ്തകത്തിലെ 9-ാം അധ്യായത്തിൽ 9-ാം വാക്യം. അവിടെ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക, ജെറുസലേം പുത്രി ആർപ്പ് വിളിക്കുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കിലേക്ക് വരുന്നു, അവൻ വിനയാന്വിതനായി കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. റോമാക്കാരുടെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന യഹൂദരെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ വിടുതൽ അല്ലെങ്കിൽ മോചനം പ്രാപിക്കുക എന്നതൊക്കെ അവരുടെ നിലനിൽപ്പിൻ്റെ തന്നെ ആവശ്യകതയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ രാജാവിനെയാണ് യഹൂദ ജനത പ്രതീക്ഷിച്ചിരുന്നത്. രാഷ്ട്രീയമായി അവരെ സ്വാതന്ത്ര്യത്തിലേക്ക് വഴി നടത്തി അവരുടെ പൂർവികരോട് വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്ന തേനും പാലും ഒഴുകുന്ന മനോഹരമായ ഒരു ജീവിത അവസ്ഥയിലേക്ക് തങ്ങളെ നയിക്കുന്ന ഒരു രാജാവിനെ, രക്ഷകനെ അവർ സ്വപ്നം കണ്ടു. ആ സ്വപ്ന സാക്ഷാത്കാരമായിട്ടാണ് ഈശോയുടെ ജെറുസലേം പ്രവേശനത്തെ അവർക്ക് കാണാനായത്. രാജകീയമായ ആ പ്രവേശനം രാജ്യ സംസ്ഥാനത്തിൻ്റെ വിളംബരമായി, ഒരു പുതിയ രാജ്യം സ്ഥാപിക്കുന്നതിൻ്റെ അടയാളമായി അവർ മനസ്സിലാക്കി. അത് അവരിലുണ്ടാക്കിയ സന്തോഷവും പ്രതീക്ഷയും വളരെ വലുതായിരുന്നു. എന്നാൽ അതൊരു മെസ്സിയാനിക് സൈൻ അഥവാ രക്ഷാകര അടയാളമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞതുമില്ല. എന്തിനായിരിക്കാം ഈശോ ഇങ്ങനെയൊരു രാജകീയമായ യാത്ര നടത്തിയത്? തീർച്ചയായിട്ടും രാജാവാകുക എന്നത് തന്നെയായിരുന്നു കർത്താവിൻ്റെ ലക്ഷ്യം, അതിൽ സംശയമില്ല. പക്ഷേ അത് ഭൗതികമായ അധികാരവും പ്രതാപവും നിറഞ്ഞ രാഷ്ട്രീയമായ ഒരു രാജ്യത്വമായിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ വിരോധാഭാസം. മറിച്ച് മനുഷ്യ ഹൃദയങ്ങളിലെ രാജ്യത്വമായിരുന്നു ഈശോയുടെ ആത്യന്തിക ലക്ഷ്യം. രക്ഷകനെ കുറിച്ച് പഴയ നിയമ ജനങ്ങൾക്കുണ്ടായിരുന്ന കാഴ്ചപ്പാടും പ്രതീക്ഷയും സങ്കല്പവും ഒക്കെ തകിടം മറിച്ചുകൊണ്ടാണ് ഈശോ തൻ്റെ രക്ഷാകര ദൗത്യം പൂർത്തീകരിച്ചത്. വിനീതനായ, എല്ലാവരിലും പരിത്യക്തനായ, സ്വയം ശൂന്യവൽക്കരിച്ച് ദാസന്റെ രൂപം ധരിച്ച് അവഹേളിതനായി
തൻ്റെ ജനത്തിന് വേണ്ടി മരണം വരിക്കുന്ന ഒരു രക്ഷകന്റെ രൂപകമാണ്, അല്ലെങ്കിൽ ദൈവസങ്കല്പമാണ് ഈശോ ലോകത്തിന് കാണിച്ചു കൊടുത്തത്. മഹാനായ നെപ്പോളിയൻ അയാളുടെ അവസാന നാളുകളിൽ പറയുകയുണ്ടായി, അലക്സാണ്ടറിന്റെയും സീസറിന്റെയും നെപ്പോളിയന്റെയും രാജ്യങ്ങൾ അവസാനിച്ചു. അവർക്ക് എക്കാലവും നിലനിൽക്കുവാൻ സാധിച്ചില്ല. കാരണം അവർ തങ്ങളുടെ സാമ്രാജ്യം സ്ഥാപിച്ചത് വാളുകൊണ്ടായി. എന്നാൽ ഈശോയുടെ രാജ്യം നിരവധി നൂറ്റാണ്ടുകൾക്ക് ശേഷവും ഇന്നും നിലനിൽക്കുന്നു. കാരണം അത് മനുഷ്യ ഹൃദയങ്ങളിലായിരുന്നു സ്ഥാപിച്ചത്. ഈശോയെ രാജാവാക്കാൻ നിരവധി തവണ യഹൂദർ ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്ഭുതങ്ങൾ പ്രവർത്തിച്ചപ്പോൾ, മരിച്ചവരെ ഉയർപ്പിച്ചപ്പോൾ, രോഗികളെ സുഖപ്പെടുത്തിയപ്പോൾ, പ്രത്യേകിച്ച് അപ്പം വർദ്ധിപ്പിച്ച് അവർക്ക് വിശപ്പടക്കാൻ നൽകിയപ്പോൾ അവർ ഈശോയെ രാജാവാക്കാൻ ആഗ്രഹിച്ചു. കാരണം അവരുടെ ലക്ഷ്യം ഭൗതിക നേട്ടങ്ങൾ മാത്രമായിരുന്നു. എന്നാൽ അപ്പോഴൊക്കെ ഈശോ ഒഴിഞ്ഞു മാറുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എത്രയോ പ്രാവശ്യം ഈശോ ജെറുസലേമിലേക്ക് യാത്ര ചെയ്തിരിക്കുന്നു. പക്ഷേ ആ യാത്രകളൊന്നും ഒരു രാജകീയമായ യാത്രയായിരുന്നില്ല. ജനങ്ങൾ ഈശോയെ രാജാവായി കാണുകയോ സ്വീകരിക്കുകയോ ചെയ്തതുമില്ല ആ നാളുകളിലൊന്നും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ 61-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും, അന്ധർക്ക് കാഴ്ചയും, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും, കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ഇങ്ങനൊരു രക്ഷകനെയാണ് പഴയ നിയമത്തിൽ വാഗ്ദാനം ചെയ്തിരുന്നത്. എന്നാൽ അതേ അർത്ഥത്തിലല്ല അവർ മനസ്സിലാക്കിയിരുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അങ്ങനെ ഒരു രക്ഷകനെയല്ല അവർ പ്രതീക്ഷിച്ചിരുന്നത്. എങ്കിലും ഒരു രക്ഷകൻ ഉടനെ വരുമെന്ന പ്രതീക്ഷ, അല്ലെങ്കിൽ അതിനുള്ള തീവ്രമായ ആഗ്രഹം, അതിനുള്ള കാത്തിരിപ്പ് അവർ നടത്തി. പക്ഷെ അവരുടെ കാത്തിരിപ്പിന്റെ പൂർത്തീകരണത്തിന് നൂറ്റാണ്ടുകൾ വേണ്ടി വന്നു. അത് സംഭവിക്കുന്നത് സമയത്തിന്റെ പൂർത്തീകരണത്തിലാണ്. സമയത്തിന്റെ പൂർത്തീകരണം എന്നതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. എന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ചിന്തിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എന്തിനും ഒരു സമയമുണ്ട്. ദൈവത്തിന് സ്വീകാര്യമായ സമയം, സമയത്തിന്റെ പൂർത്തീകരണം എന്നൊക്കെ അതിനെ നമുക്ക് പറയാം. അങ്ങനെയുള്ള ഒരു സമയത്തിന്റെ പൂർണ്ണതയിലാണ് നമ്മുടെ ജീവിതത്തിലെ ദൈവിക പദ്ധതികൾ നടക്കുക, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പ്രത്യുത്തരം ലഭിക്കുക. ദൈവത്തിന് സ്വീകാര്യമായ അത്തരമൊരു സമയത്തിന് വേണ്ടി യേശു നടത്തിയ 2 വ്യത്യസ്തമായ സമീപനങ്ങളെ, അല്ലെങ്കിൽ ഒരുക്കങ്ങളെ ഈ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, പരസ്യ ജീവിതത്തിന് മുൻപ് ഈശോ സ്വയം ഒരുങ്ങുകയുണ്ടായി. മാമോദീസായിലൂടെ വിശുദ്ധീകരിച്ച് 40 ദിവസം ഉപവസിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് അവിടുന്ന് ഒരുങ്ങി. രണ്ടാമത്തെ ഒരുക്കം, രക്ഷാകര പൂർത്തീകരണത്തിന് മുൻപായി 3 വർഷക്കാലം പരസ്യ ജീവിതത്തിലൂടെയും അവിടുന്ന് ചെയ്ത അടയാളങ്ങളിലൂടെയും സുവിശേഷ പ്രഘോഷണങ്ങളിലൂടെയും തന്നെയും ജനങ്ങളെയും അവിടുന്ന് ഒരുക്കി. ഓശാന എന്ന വാക്കിന്റെ അർത്ഥം രക്ഷിക്കണമേ എന്നാണല്ലോ. എന്തുകൊണ്ടാണ് ഏറ്റവും എളിയവനായി കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വന്ന ഈശോയെ അവർ രാജാവായി സ്വീകരിക്കാൻ തയ്യാറായതും ഹോസാന ഹോസാന എന്ന വിളികളുമായി എതിരേറ്റത്? അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്നാമതായി, തങ്ങൾ രക്ഷിക്കപ്പെടണമെന്ന രാഷ്ട്രീയമായ അടിമത്തത്തിൽ നിന്ന് വിമോചനം പ്രാപിക്കണമെന്ന അവരുടെ ആഗ്രഹം അത്രയേറെ അഗമ്യമായിരുന്നു, തീവ്രമായിരുന്നു. രണ്ടാമതായി, വിവേകമതികളിൽ നിന്നും വിജ്ഞാനികളിൽ നിന്നും മറച്ചുവെച്ച രഹസ്യങ്ങൾ ശിശുക്കളെപ്പോലെ സ്വയം ആയിത്തീർന്നവർക്കും
ദൈവം വെളിപ്പെടുത്തി കൊടുത്തു എന്ന് വേണം മനസ്സിലാക്കാൻ. അതുവഴി അവർ യഥാർത്ഥ രക്ഷകനെ തിരിച്ചറിഞ്ഞു. എല്ലാവരും അല്ലെങ്കിലും അപ്പം വർദ്ധിപ്പിച്ച് അവരുടെ വിശപ്പ് മാറ്റിയ ഒരു രക്ഷകനെയല്ല, മറിച്ച് തങ്ങളുടെ ആത്മീയമായ വിശപ്പ് അകറ്റുവാൻ കഴിവുള്ള ഒരു രക്ഷകനെ അവർ ഈശോയിൽ കണ്ടെത്തി. അതൊരു തിരിച്ചറിവായിരുന്നു, വെളിപാടായിരുന്നു. ഇങ്ങനെയൊരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. അത് സാധ്യമാകണമെങ്കിൽ സ്വാഭാവിക തലത്തിൽ നിന്ന് അതീന്ദ്രിയവും ശ്രേഷ്ഠമായ ഒരു തലത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഉയർത്തണം. നമ്മുടെ ചിന്തകളെ നാം വിശുദ്ധീകരിക്കണം. അത്ഭുത പ്രവർത്തകനായ ഈശോയിലല്ല നാം വിശ്വസിക്കേണ്ടത്. അങ്ങനെ വിശ്വസിക്കാൻ നമുക്ക് താല്പര്യമാണ്, എളുപ്പമാണ്. മറിച്ച് വിനീതനായ, പരാജയപ്പെട്ട ഒരു ഈശോയിൽ വിശ്വസിക്കുവാൻ നമുക്ക് കഴിയുമോ? അതിനുള്ള ധൈര്യം നമുക്കുണ്ട്. ഇന്നേ ദിവസം 2 പ്രധാന സംഭവങ്ങളാണല്ലോ അരങ്ങേറിയത്. നേരത്തെ സൂചിപ്പിച്ചു തന്നെയാണ്. ഒന്നാമതായി ദേവാലയത്തിലേക്കുള്ള രാജകീയ പ്രവേശനം. ദേവാലയത്തിലേക്കുള്ള നമ്മുടെ പ്രവേശനം വളരെ രാജകീയമായിരിക്കണം. അതൊരിക്കലും സ്വന്തം വീട്ടിലേക്കോ ബന്ധുവീട്ടിലേക്കോ പ്രവേശിക്കുന്നത് പോലെ ആകരുത്. ഒരുക്കത്തോടും അതിനേക്കാൾ കൂടുതലായി തീക്ഷ്ണമായ ആഗ്രഹത്തോടെയും നടത്തേണ്ട ഒരു യാത്രയും പ്രവേശനമായിരിക്കണം ദേവാലയത്തിലേക്കുള്ളത്. കാരണം നാം സന്ദർശിക്കുന്നത് സർവശക്തനും പ്രതാപവാനും രാജാതിരാജനുമായ ദൈവം തമ്പുരാനെയാണ്. അതിനെ ഒരിക്കലും നിസ്സാരവൽക്കരിക്കരുത്. ഏതെങ്കിലും ഒരു യാത്രയായി അതിനെ മാറ്റരുത്. രണ്ടാമതായി, ദേവാലയത്തിൽ രാജാതിരാജനെ സന്ദർശിക്കുന്നതിന് മുൻപ് നമ്മുടെ ആത്മാവിലും ശരീരത്തിലുമുള്ള എല്ലാ നിഷിദ്ധ വസ്തുക്കളെയും വാസനകളെയും അതിക്രമങ്ങളെയും മാലിന്യങ്ങളെയും നിർമ്മാർജ്ജനം ചെയ്ത് ഒരു ശുദ്ധീകരണം സാധ്യമാക്കിയതിനു ശേഷം മാത്രമായിരിക്കണം അത് നടത്തേണ്ടത്. ബലിയർപ്പണത്തിന് പോകുന്നതിന് മുൻപ് നിർബന്ധമായും ചെയ്തിരിക്കേണ്ടതായി ഈശോ കൽപ്പിച്ചത് അനുരഞ്ജന ശുശ്രൂഷയാണ്. കാണപ്പെടുന്ന സഹോദരനോടുള്ള അനുരഞ്ജനം വഴി ദൈവപിതാവുമായി സാധ്യമാക്കേണ്ട, അഥവാ അങ്ങനെ മാത്രം സാധ്യമാകുന്ന ശുദ്ധീകരണ പ്രക്രിയയാണ്. അതിനെ റെക്ടിഫിക്കേഷൻ ആൻഡ് റെസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയും. എന്താണ് റെക്ടിഫിക്കേഷൻ? തെറ്റിനെ തിരുത്തുക. സഹോദരനോട് തോന്നുന്ന ശത്രുത തെറ്റാണ്, അത് തിരുത്തണം. അത് തിരുത്തുമ്പോഴാണ് അനുരഞ്ജനം സംഭവിക്കുക. രണ്ടാമത്തേത് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ നഷ്ടങ്ങൾ നികത്തുക. സഹോദരനോട് വെച്ച് പുലർത്തുന്ന പകയും പരിഭവവും ഒക്കെ അയാൾക്കുണ്ടാക്കുന്ന നഷ്ടങ്ങളെ കൂടി നാം നികത്തേണ്ടിയിരിക്കുന്നു. അയാൾക്ക് മാത്രമല്ല, നമുക്കും കുറെ നഷ്ടങ്ങളുണ്ടാകുന്നു, അതും നികത്തേണ്ടതാണ്. ഇത് രണ്ടുമാണ് സഹോദരനുള്ള അനുരഞ്ജനം വഴി സാധ്യമാക്കേണ്ടത്. എന്നിട്ട് വേണം ബലിയർപ്പിക്കാൻ നമ്മൾ ദേവാലയത്തിലേക്ക് പോകേണ്ടത്. ഇന്ത്യൻ ചിന്തയിൽ പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയ റിതം അഥവാ താളം വീണ്ടും പുനഃസ്ഥാപിക്കുക. ഓരോരുത്തരും അവരവരുടെ താളം വീണ്ടും പുനഃസ്ഥാപിക്കൽ വഴി പ്രപഞ്ചം മുഴുവൻ്റെയും താളം അഥവാ ദ കോസ്മിക് റിതം തിരികെ കൊണ്ടുവരുമെന്ന പ്രക്രിയയാണ് അനുരഞ്ജനം. അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓശാന തിരുനാൾ എന്ന് വേണമെങ്കിൽ പറയാം. ദേവാലയ ശുദ്ധീകരണത്തിന് ശേഷം ഈശോ അവരോട് പറഞ്ഞു, എൻ്റെ ഭവനം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതപ്പെട്ടിരിക്കും. നിങ്ങളോ അത് കവർച്ചക്കാരുടെ ഗുഹയാക്കും. പ്രധാന പുരോഹിതന്മാരും നിയമജനുമൊക്കെ രോഷാകുലരാവുകയും എന്ത് അധികാരത്തിലാണ് നീ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ഈശോയോട്. അതിന് അവിടുന്ന് പറഞ്ഞ മറുപടി, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കും, 3 ദിവസങ്ങൾ കൊണ്ട് ഞാനത് പുനരുദ്ധരിക്കും. അവിടുന്ന് എൻ്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് യോഹന്നാൻ സുവിശേഷകൻ പ്രത്യേകം പറയുന്നുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം? ശരീരം നശിപ്പിക്കപ്പെടേണ്ടതാണ്, ശുദ്ധീകരിക്കപ്പെടേണ്ടതാണ്. ഒരു പുണ്യാഹ പ്രക്രിയയിലൂടെ അത് കടന്നു പോകേണ്ടതാണ്. പീഡാനുഭവങ്ങളിലൂടെയും അവഹേളനങ്ങളിലൂടെയും നഗ്നനാക്കപ്പെടുന്നതിലൂടെയും കുരിശിൽ തറയ്ക്കപ്പെടുന്നതിലൂടെയും മരണത്തിലൂടെയും അവസാനം ഭൂമിയുടെ അഗാധങ്ങളിൽ സംസ്കരിക്കപ്പെടുന്നതിലൂടെയും ഈശോയുടെ ശരീരം കടന്നുപോയി.
നമ്മുടെ ശരീരവും അങ്ങനെ കടന്നു പോകേണ്ടിയിരിക്കുന്നു, മഹത്വപൂർണ്ണമാകേണ്ടതിന്. അത് ഗോതമ്പ് മണി മണ്ണിൽ വീണ് അഴിഞ്ഞ് ഇല്ലാതാകുന്നത് പോലെയാണ്. നിർബന്ധമായും ശൂന്യവൽക്കരിക്കപ്പെടണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് പുതുജീവൻ തളിരെടുക്കുന്നതും 100ഉം 60ഉം മേനി ഫലം പുറപ്പെടുവിക്കാൻ കഴിയുന്നത്. വളരെ അമൂല്യമെന്ന് കരുതി ഏറെ കാലമായി കാത്തു സൂക്ഷിച്ചിരുന്ന വെൺകൽ ഭരണി മറ്റൊരു ചിന്തയുമില്ലാതെ, ഫലവിചാരമില്ലാതെ, നഷ്ടബോധമില്ലാതെ ഉടച്ചു കളയുകയും അതിൽ സൂക്ഷിച്ചിരുന്ന വിലയേറിയ സുഗന്ധ തൈലം പുറത്തേക്ക് ഒഴുകാനും അതിൻ്റെ പരിമളം പരിസരമാകെ വ്യാപിക്കാനും തയ്യാറായ ഒരു സ്ത്രീയെ നാം സുവിശേഷത്തിൽ കാണുന്നുണ്ട്. അവളെപ്പറ്റി സുവിശേഷം വിശേഷിപ്പിക്കുന്നത് പാപിനിയായ സ്ത്രീ എന്നാണ്. എന്നാൽ അവളത് ചെയ്തത് തന്നോടുള്ള സ്നേഹത്തെ പ്രതിയായിരുന്നുവെന്ന് ഈശോ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ശിമയോനോട് ഈശോ അതാണ് പറഞ്ഞത്. അതുപോലെ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി നമ്മുടെ ശരീരങ്ങളെ ശൂന്യവൽക്കരിക്കാൻ, ശരീരമാകുന്ന വെൺകൽ ഭരണിയെ ഉടച്ചു കളയാൻ നാം തയ്യാറാകണം. ഉടച്ചു കളയേണ്ടത് ഈശോയുടെ കാൽക്കലും ഈശോയ്ക്ക് വേണ്ടിയുമാകണമെന്നതാണ് പ്രധാനം. മുമ്പും പിമ്പും നോക്കാതെ അമൂല്യമാണെന്ന് നാം കരുതുന്ന, ഇതുവരെ ഭക്ഷിച്ചും വസ്ത്രാഭരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചും മുറിവും ചതവും ഏൽക്കാതെ ഏറെ കരുതലോടെ കാലമെത്രയും കാത്തു സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ശരീരമാകുന്ന ആലയത്തെ, വെൺകൽ ഭരണിയെ നശിപ്പിക്കാൻ, ഉടച്ചു കളയാൻ നാം തയ്യാറാകണം. അപ്പോൾ ആ സ്ത്രീയെപ്പോലെ സർവ്വപാപങ്ങളിൽ നിന്നും ശരീരത്തിൻ്റെ ദൗർബല്യങ്ങളിൽ നിന്നും മോചനം പ്രാപിക്കാൻ കഴിയും. സമാധാനത്തോടെ യേശു പാദങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ കഴിയും. രക്ഷകനെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടും സങ്കല്പവും എന്താണ് എന്നുകൂടി ഈ അവസരത്തിൽ ചിന്താവിഷയമാക്കേണ്ടതാണ്. നിർബന്ധമായി അത്ഭുത പ്രവർത്തകനായ ഈശോയിൽ വിശ്വസിക്കാൻ നാം ഒക്കെ തയ്യാറാണ്. അതിൽ നമുക്ക് ഏറെ സന്തോഷവും ഒരുപക്ഷെ മതിപ്പും അഭിമാനവും ഒക്കെ ഉണ്ട്. എന്നാൽ സ്വയം വിനീതനായി കഴുത കുട്ടിയുടെ പുറത്ത് കയറി നമ്മിലേക്ക് കടന്നു വരുന്ന മിശിഹായെ, രക്ഷകനെ തിരിച്ചറിയാനും സ്വീകരിക്കുവാനും നാം തയ്യാറാണ്. അങ്ങനെയാണെങ്കിൽ കുരിശുകളെയും സ്വീകരിക്കാൻ നമുക്ക് കഴിയും. അങ്ങനെ കഴിയുകയാണെങ്കിൽ ആഘോഷങ്ങൾക്കപ്പുറം ഒരു ശുദ്ധീകരണ പ്രക്രിയയിലേക്ക് പ്രവേശിക്കാൻ കൂടി നാം തയ്യാറാകണം. ഈശോ ദേവാലയം ശുദ്ധീകരിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഓശാനിക്കുള്ള സ്ഥാനം അഥവാ പ്രാധാന്യം എന്തൊക്കെയാണ് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഒന്നാമതായി, രക്ഷിക്കപ്പെടണമെന്ന ആഗ്രഹം നമുക്കുണ്ടാകണം. ആത്മീയമായ അടിമത്തത്തിൽ നിന്നും പൈശാചികമായ ബന്ധനങ്ങളിൽ നിന്നുമുള്ള ഒരു മോചനം, രക്ഷിക്കപ്പെടൽ സത്യത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നുണ്ടോ ആത്മാർത്ഥമായി? രണ്ടാമതായി, രക്ഷകന്റെ അഥവാ ദൈവത്തിന്റെ കടന്നുവരവിന് വേണ്ടി നാം ഒരുങ്ങി കാത്തിരിക്കുകയാണ്. രക്ഷകനെ കുറിച്ചുള്ള നമ്മുടെ പ്രതീക്ഷകൾ ശരിയായ പ്രതീക്ഷയാണോ എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മുടെ പ്രതീക്ഷകൾക്കും താല്പര്യങ്ങൾക്കും വിപരീതമായി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എന്തിനേയും, അത് രോഗങ്ങളായാലും വേദനകളായാലും അവഹേളനങ്ങളായാലും ഒരുപക്ഷെ മരണം തന്നെയായാലും, അതിനെയൊക്കെ ദൈവികമായ പദ്ധതിയുടെ ഭാഗമായി കാണുവാനും അവയെ സ്വീകരിക്കുവാനും അർപ്പണ മനോഭാവത്തോടെ അവയോട് സഹകരിക്കുവാനും നമുക്ക് സാധിക്കുന്നുണ്ട്. മൂന്നാമതായി, അനിവാര്യമായ ഒരു ശുദ്ധീകരണ പ്രക്രിയയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു രക്ഷാകര ദൗത്യം സാധ്യമാവില്ല. നമ്മളത് മനസ്സിലാക്കണം. അതായത്, അഭിലഷണീയമല്ലാത്തത് എന്തും പുറത്താക്കാൻ ഈശോ ആഗ്രഹിക്കുന്നു, ആഹ്വാനം ചെയ്യും. ഈശോയ്ക്ക് വേണ്ടവരും അവിടത്തോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നവരും ഇതിന് തയ്യാറാകണം. മോശപ്പെട്ടതൊക്കെ നിർമ്മാർജ്ജനം ചെയ്ത് ശുദ്ധീകരിക്കപ്പെട്ട ദേവാലയത്തിലേക്കാണ്, അല്ലെങ്കിൽ ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിലേക്കാണ് ഈശോ പ്രവേശിക്കുക. ഈശോയ്ക്ക് വസിക്കുവാൻ
അങ്ങനെയുള്ള ഒരു ഹൃദയമാണ് ആവശ്യം. ഈശോ വന്ന് വസിക്കുമ്പോഴാണ് അത് ദേവാലയമാവുക. ഈശോയുടെ സജീവ സാന്നിധ്യമുള്ള ഒരു ഇടം. അങ്ങനെയൊരു ഇടം ഒരുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട്, ശുദ്ധീകരിച്ചുകൊണ്ട്. എന്തൊക്കെയായിരിക്കാം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റിക്കളയേണ്ടത് അഥവാ നിർമ്മാർജ്ജനം ചെയ്യേണ്ടത്? മത്തായിയുടെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ 19ഉം 20ഉം വാക്യങ്ങളിൽ മനുഷ്യനെ അശുദ്ധമാക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഈശോ പറയുന്നുണ്ട്. ദുശ്ചിന്തകൾ, കൊലപാതകം, പരസംഗം, വ്യഭിചാരം, മോഷണം, കള്ളസാക്ഷ്യം, പരദൂഷണം എന്നിവയെല്ലാം ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. ഇവയാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. വളരെ വ്യക്തമാണ് എന്താണ് നമ്മളെ അശുദ്ധമാക്കുന്നത് എന്ന്. അതിനെ തുടച്ചു നീക്കുവാൻ, നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാണ്. ഒരു പാരഡൈം ഷിഫ്റ്റ് എന്ന പോലെ. നാലാമതായി, രാജകീയമായ ഒന്നിനെ വിനീതമായ, തീർത്തും എളിയതായ അതിൻ്റെ അവസ്ഥയെ തിരിച്ചറിയാൻ, അംഗീകരിക്കാൻ, സ്വീകരിക്കാനൊക്കെ നമുക്ക് കഴിയുന്നുണ്ട്. പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല. നമുക്ക് അത്ഭുത പ്രവർത്തകനായ ഈശോയെയാണ് വേണ്ടത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനാണ്, ആലയങ്ങളിലേക്കോ ധ്യാനകേന്ദ്രങ്ങളിലേക്കോ പോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ ചിന്തയാണ് മാറേണ്ടത്. നമുക്ക് വേണ്ടത്, നമ്മുടെ മനോഭാവം എന്നത് വിനീതനായി, കാലുവരിയിലെ കുരിശിൽ വളരെ അവഹേളിതനായി പരാജയപ്പെട്ട് മരിക്കുന്ന ഒരു ഈശോയെ മനസ്സിലാക്കാൻ, സ്വീകരിക്കാൻ, അംഗീകരിക്കാൻ നമ്മുടെ ജീവിതത്തിൽ കഴിയണം. അവസാനമായി, അഞ്ചാമത്തതായി, മഹത്വം നിറഞ്ഞതും രാജകീയവുമായ ഓശാനയ്ക്ക് ശേഷം വരാനിരിക്കുന്ന ദുഃഖവെള്ളിയെ അഥവാ പീഡാനുഭവ മരണ സംസ്കാരങ്ങളെ കാണാനും സ്വീകരിക്കാനും കൂടി നമുക്ക് സാധിക്കണം. നമ്മുടെ അറിവിനും കാഴ്ചപ്പാടുകൾക്കും ഒരു പക്ഷേ വിശ്വാസത്തിനും വിപരീതമായ ഒരു രക്ഷകനെ, ദൈവത്തെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും നമുക്ക് കഴിയണം. അതിന് 2 കാര്യങ്ങളാണ് നാം ചെയ്യേണ്ടത്. ഒന്ന്, സ്വയം വിനീതനാക്കുക. 2, സ്വയം ശുദ്ധീകരിക്കുക. ഇതായിരിക്കട്ടെ ഇന്ന് നമ്മൾ ഓശാന തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട ചിന്തയും നമ്മുടെ മുൻപിലുള്ള വെല്ലുവിളി. നമ്മെ തന്നെ വിശുദ്ധീകരിക്കാൻ, ശുദ്ധീകരിക്കപ്പെട്ട ഒരു ഹൃദയത്തോടു കൂടി കർത്താവിനെ സ്വീകരിക്കാൻ, ഈശോയുടെ ദേവാലയത്തിലേക്ക് പോകാൻ, കുരുത്തോലകളുമായി ഈശോയെ നമ്മൾ എതിരേറ്റ് മുന്നോട്ട് പോകാൻ നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകട്ടെ. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി ഓശാന തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനാപൂർവ്വം ആശംസിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.